നമ്മുടെ ശ്രീനിവാസൻ 2020 ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. സത്യനന്ദിക്കാടിന്റെ കൂടെ ഇരുന്നിട്ട് ഒരു പൊതുപരിപാടിയിൽ പറയുന്നത് ഡയലോഗാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് അത് ബന്ധപ്പെടും. അതുകൊണ്ടാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടു നോക്കാം. സർക്കാർ ജോലി കിട്ടുന്ന ആൾക്കാർ എത്രയോ വർഷങ്ങൾ പണിയെടുത്താൽ മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ. സ്ഥിരവാക്കില്ല, കരാർ അടിസ്ഥാനത്തിലാണ്. ഇത് 2 വർഷം പണിയെടുത്താൽ മതി മന്ത്രിയുടെ കൂടെ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ സ്വന്തം ആൾക്കാർ പിടിച്ചിട്ട് 10-30 ആൾക്കാരെ 2 വർഷത്തേക്കാക്കും. അടുത്ത 2 വർഷത്തേക്ക് വേറെ 10-30 ആൾക്കാരെ, അങ്ങനെ 60 പേർക്ക് പെൻഷൻ. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു സ്വന്തക്കാർക്ക് ശ്രീനിവാസൻ പറഞ്ഞത് എത്ര കറക്റ്റാണ്. കാരണം വേറൊന്നല്ല, ഇപ്പം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് സ്ക്വാഡ് കയറി കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷനാണ്. 2 വർഷം മന്ത്രിന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിന്നാൽ മതി, ആജീവനാന്ത പെൻഷനാ. വർഷങ്ങളോളം ജോലി ചെയ്ത് സർക്കാർ ഉദ്യോഗസ്ഥർ കയറിപ്പറ്റി PSC ലിസ്റ്റ് കയറിപ്പറ്റി ഫസ്റ്റിൽ അവർക്ക് കരാറടിസ്ഥാനത്തിലായിരിക്കും. വർഷങ്ങളോളം, അത് സ്ഥിര നിയമനാണെങ്കിൽ വർഷങ്ങളോളം ജോലി ചെയ്താൽ മാത്രമേ സ്ഥിര നിയമനാവൂ. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസങ്ങളിൽ PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുറേ വനിതകൾ മുട്ടിലഴിഞ്ഞത്. PSC റാങ്ക് ലിസ്റ്റിൽ പെട്ട കുറേ വനിതകൾ മുട്ടിലഴിഞ്ഞ് പ്രതിഷേധിച്ചത്. അവർക്ക് ജോലിയില്ല. പക്ഷേ ഇപ്പം രാഷ്ട്രീയം പറയല്ല, ഏത് മന്ത്രിസഭ കയറിയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ നടക്കുന്നത്. അവരുടെ ഇഷ്ടപ്രകാരമുള്ള ആൾക്കാരെ മന്ത്രിന്റെ സ്റ്റാഫായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ 2 വർഷം നിയമിച്ചു കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷനാണ്. വളരെ ശരിയാണ്. ഇന്ന് അർഹതയുള്ളവർക്ക് ജോലി കൊടുക്കുന്നില്ല. PSC റാങ്ക് ലിസ്റ്റിൽ കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ പോലും ജോലിയില്ല, എടുക്കുന്നില്ല. മുട്ടിലഴിഞ്ഞിട്ട് അതിനും ഇവിടെ PSCന്റെ കാര്യാലയത്തിൽ അവിടെ നിന്നിട്ട് പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുട്ടിലഴിഞ്ഞിട്ട് ഉദ്യോഗാർത്ഥികൾ ജോലിയില്ല, ജോലി കൊടുക്കുന്നില്ല. കേരളത്തിൽ നടക്കുന്നത് കണ്ടില്ലേ, ഇതൊക്കെയാണ് നടക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി കയറി കഴിഞ്ഞാൽ 2 വർഷം പണിയെടുത്തു കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ. ആജീവനാന്ത പെൻഷൻ. ഇവർക്കൊന്നും ജോലിയില്ല. ഇതാണ് നടക്കുന്നത്. സത്യമാണ്. ഒരു 30-40 ആൾക്കാരെ കയറ്റിക്കഴിഞ്ഞാൽ അവർ ആജീവനാന്ത പെൻഷൻ, കുറേ പൈസ അങ്ങോട്ട് പോകും. സത്യല്ലേ? ഈ സിസ്റ്റമൊക്കെ മാറണം. കുറേ മാറാണ്ട് കേരളം.